Write a program to print semicircular star pattern with gaps. ഓക്കെ, നമുക്ക് ഇതുപോലുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്തൊരു ഷേപ്പിൽ ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ പാറ്റേണിൻ്റെ അകത്ത് വരുന്ന ഈ സ്പേസ് നമുക്ക് ഫ്രീ സ്പേസ് വെച്ച് ഫില്ല് ചെയ്യണം. നമ്പർ ഓഫ് റോസ് കീബോർഡിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സോ ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം, ഇങ്ങനത്തെ ഒരു കോഡ്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് സേ റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് 5 ആണ് എന്ന് വിചാരിക്കാം. സോ റോസ് ഈക്വൽ ടു 5. സോ 5 റോസ് ഉള്ള ഒരു പാറ്റേൺ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് മേക്ക് ഐ ഫോർ റോ കൺട്രോൾ 1 2 3 4 ആൻഡ് 5. ജെയുടെ വാല്യൂ നമുക്ക് വരിക 1 2 3 4 5 6 7 8 9. ഓക്കെ, സോ 5 കോളംസ് ഉള്ള 5 റോസ് ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക 5th കോളത്തിൽ റോ നമ്പർ 1 5th കോളത്തിൽ ഒരു സ്റ്റാർ വരും. റോ നമ്പർ 2 4ലും 6ലും ഓരോ സ്റ്റാർ. 3rd റോയിലേക്ക് വരുമ്പോൾ 3ലും 7ലും ഒരു സ്റ്റാർ. 5th വരുമ്പോൾ 2ലും 8ലും ഒരു സ്റ്റാർ. 5ാമത്തെ റോയിൽ വരുമ്പോൾ 1 2 3 4 5 6 7 8 ആൻഡ് 9. ഇതായിരിക്കും നമ്മളുടെ ഒരു സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് റോസിൻ്റെ കൺട്രോൾ ഐ വേരിയബിളിലാണ്. എല്ലാ പ്രോഗ്രാമിലുള്ളത് പോലെ ഐയുടെ വാല്യൂസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4i ഇൻ റേഞ്ച് 1, റോസ് പ്ലസ് 1 ആണ്. സോ 1 മുതൽ 5 വരെ, അതായത് 1, 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഐ വാല്യൂ 1 2 3 4 5 ആയിരിക്കും. സോ നമുക്ക് റോ കൺട്രോൾസ് എന്ന് പറയുന്നത് ഐ ഇൻ റേഞ്ച് 1, റോസ് പ്ലസ് 1 ആണ്. ഓക്കെ, ദെൻ ജെയുടെ കൺട്രോൾസ് എന്ന് പറയുന്നത് ജെയുടെ വാല്യൂസ് റേഞ്ച് ചെയ്ത് പോകുന്നത് നമുക്ക് 5 റോസ് ഉള്ളപ്പോൾ അതിൻ്റെ കോളം മാക്സിമം പോകുന്നത് 9 വരെയാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ 6 റോസ് ഉണ്ടെങ്കിൽ 6 റോസ് ഉള്ള പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോളം നമുക്ക് പോവാം 5 കറസ്പോണ്ടിങ് ആയിട്ട് 9. 6 റോസ് ഉണ്ടെങ്കിൽ നമുക്ക് 11 കോളംസ് വരും. ഓക്കെ, സോ ഈ പാറ്റേണിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസ് റിലേഷൻ എന്ന് പറയുന്നത് 5 റോസ് ആണെങ്കിൽ നമുക്ക് 9 കോളം വരും. 6 റോസ് ആണെങ്കിൽ നമുക്ക് 11 കോളം വരും. വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 7 കോളംസ് ആണെങ്കിൽ നമുക്ക് 7 റോസ് ആണെങ്കിൽ നമുക്ക് 13 കോളംസ് വരും. ഓക്കെ, സോ നമ്മൾക്ക് റോസിൻ്റെ റിലേഷൻ ടു കോളം എന്ന് പറയുന്നത് 5 ആൻഡ് 9 എന്ന് പറയുന്നത് 2 × 5 - 1 ആണ്. അതേസമയം 11 എന്ന് പറയുന്നത് 2 × 6 - 1 ആണ്. 2 × 7 - 1 ആണ് 13 എന്ന് പറയുന്നത്. സോ ഹൗ ദ റിലേഷൻസ് ബിറ്റ്വീൻ കോളം ആൻഡ് റോ, കോളംസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 × റോസ് -1 ആണ്. കോളത്തിൻ്റെ റേഞ്ച് 2 × കോളംസ് -1 ആണ്. അതായത് 1 മുതൽ 9 വരെയാണ് നമ്മളുടെ റോസിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. കോളത്തിൻ്റെ സ്പാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 to 9 കിട്ടണമെങ്കിൽ നമ്മൾ ജെ ലൂപ്പ് കൺട്രോൾ ചെയ്യേണ്ടത് 4j ഇൻ റേഞ്ച് 1, 2 × റോസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5 റോസിൽ റേഞ്ച് ഓഫ് 1, 10. ഇതിൻ്റെ അർത്ഥം എന്താണ്? 1 2 3 മുതൽ 9 വരെ ആയിരിക്കും ജെയുടെ വാല്യൂസ്. സോ ഇത്രയും ഇൻഫർമേഷൻസ് ഈ ഐയുടെയും ജെയുടെയും റേഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രോഗ്രാം വളരെ എളുപ്പമാണ്. ഐ ഈസ് ഈക്വൽ ടു 1, അതായത് ഫസ്റ്റ് കോളമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു സ്റ്റാറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. 5ാമത്തെ റോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 9 സ്റ്റാർസ് ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ റോസിലും നമുക്ക് 2 സ്റ്റാർസ് വെച്ചാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കണം. 1ാമത്തെ പാർട്ടിൽ ഫസ്റ്റ് റോ, 2ാമത്തെ പാർട്ടിൽ ലാസ്റ്റ് റോ, ബാക്കിയുള്ളതെല്ലാം ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ടു സെക്കൻഡ് ലാസ്റ്റ് റോ. സോ 3 സെക്ഷൻ, 3 ലോജിക്കിലാണ് നമ്മളുടെ പ്രോഗ്രാം പോവുക.
ഓക്കെ. സോ ഒന്നാമത്തെ റോയിലാണെങ്കിൽ ഫസ്റ്റ് റോയിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഫോർ ലൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ഐ ഈസ് ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ 4 ലൊക്കേഷൻസിൽ റോസ് ഈക്വൽ ടു 5ലാണെങ്കിൽ 4 ലൊക്കേഷൻസിൽ നമുക്ക് സ്പേസ് പ്രിന്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് 5ാമത്തെ ലൊക്കേഷനിൽ നമുക്ക്, അതായത് കോളം റോസ് എത്രയാണോ അത്രേ ലൊക്കേഷനിൽ നമുക്ക് ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യണം. സോ ഐ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് റോ പ്ലസ് ഈക്വൽ ടു 4 സ്പേസ് ആണ് ഇൻറ്റു റോസ് -1 കൊടുത്തു കഴിഞ്ഞാൽ 4 സ്പേസ് റോയിലേക്ക് ആഡ് ചെയ്യും. സോ നമ്മൾ ആദ്യത്തെ ഫോർ ലൂപ്പിൽ തന്നെ ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ ഒരൊറ്റ സ്റ്റാറും ബാക്കി റോസ് -1 സ്പേസുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. 4 സ്പേസും ഒരു സ്റ്റാറും കൊടുക്കണം. സോ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? റോ പ്ലസ് ഇസ് ഈക്വൽ ടു സ്പേസ് ഇൻറ്റു റോസ് -1. സോ നമ്മളിവിടെ റോസ് എന്ന് പറയുന്നത് 5 ആണ്, 5 - 1 4 ആണ്. സോ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് റോയിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 സ്പേസ് അസൈൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ റോ ഈസ് ഈക്വൽ ടു റോ പ്ലസ് ഈക്വൽ ടു ഒരു സ്പേസും കൊടുത്തു, ഒരു സ്റ്റാറും കൊടുത്തു. സോ നമ്മൾക്ക് ആദ്യത്തെ റോയിൽ പ്രിന്റ് ചെയ്യുക ഈ ഒരു സീക്വൻസ് ആയിരിക്കും. സോ ഫസ്റ്റ് റോയിൽ നമ്മൾ 4 സ്പേസും ഒരു സ്റ്റാറും പ്രിന്റ് ചെയ്തു. സോ ഐ ഈസ് ഈക്വൽ ടു 1 ആണോ എന്നുള്ള ഒരു കേസ് നമ്മൾ നോക്കണം. ഇനി നമ്മളെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു റോസ് ആകുമ്പോൾ, അതായത് ലാസ്റ്റ് റോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ ഫോർ ലൂപ്പിൽ എൽസിഫ് ഐ ഈസ് ഈക്വൽ ടു റോസ് ആണെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് റോയിൽ നോക്കിയാൽ മനസ്സിലാകും 1 മുതൽ 9 വരെയുള്ള എല്ലാ കോളം ലൊക്കേഷൻസിലും നമുക്ക് സ്റ്റാർ പ്രിന്റ് ചെയ്യണം. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? റോ പ്ലസ് ഈക്വൽ ടു സ്പേസ് ഇൻറ്റു റോസ് ഇൻറ്റു 2 - 1 ആണ്. അതായത് 9 സ്റ്റാർസ് നമ്മൾ കൊടുക്കണം. സോ ഇൻറ്റു റോസ് ഇൻറ്റു 2 - 1. ഓക്കെ. സോ ഇത്രയും നമ്പർ ഓഫ് സ്റ്റാർസ്, സ്പേസ് അല്ല, സ്റ്റാർ ഇൻറ്റു റോസ് ഇൻറ്റു 2 - 1. സോ നമുക്ക് 9 സ്റ്റാർ നമ്മൾ അവിടെ റോസിൽ നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി അതല്ല എങ്കിൽ എൽസ് ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും. അപ്പം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 3 സെക്ഷൻ ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ ഫസ്റ്റ് റോ പ്രിന്റ് ചെയ്തു, രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് റോ പ്രിന്റ് ചെയ്തു, മൂന്നാമത്തെ സെക്ഷനിൽ ഫോർ ഓൾ ഐ വാല്യൂസ് നോട്ട് ഈക്വൽ ടു 1 ആൻഡ് നോട്ട് ഈക്വൽ ടു റോസ്. ഇവിടെ നമ്മൾ ലോജിക്കിലേക്ക് നോക്കണം. ലോജിക്കിലേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ റോസിലാണെങ്കിൽ കോളം പ്രിന്റ് ചെയ്യേണ്ടത് 2ലും 6ലുമാണ്. മൂന്നാമത്തെ റോയിലാണ് പ്രിന്റ് ചെയ്യുമെങ്കിൽ കോളം പ്രിന്റ് ചെയ്യേണ്ടത് 3ലും 7ലുമാണ്. ഓക്കെ. സോ രണ്ടാമത്തെ റോ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ റോയിലാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ജെയുടെ വാല്യൂവിൽ സ്റ്റാർ വരേണ്ടത് നമ്മൾക്ക് 4 ആൻഡ് 6 ആണ്. ജെയുടെ വാല്യൂ 4ലും 6ലും സ്റ്റാർ വരണം, ബാക്കിയെല്ലാം സ്പേസ് വരണം. ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ ജെയുടെ വാല്യൂ 3 ആൻഡ് 7 വരണം. ഐയുടെ വാല്യൂ 4 ആണെങ്കിൽ ജെയുടെ വാല്യൂ 2 ആൻഡ് 8ൽ നമുക്ക് സ്റ്റാർ ആയിരിക്കണം. ബാക്കി എല്ലാ ലൊക്കേഷനിലും സ്പേസ് കൊടുക്കണം. സോ എന്താണ് റോസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ എക്സാമ്പിളിൽ 5 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്, ജെയുടെ വാല്യൂ 6 ആണ്. സോ ഹൗ ദീസ് 2 റിലേറ്റഡ്? സോ നമുക്കൊന്ന് അറിയാൻ പറ്റും. 4, 5 ആൻഡ് 2 റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്താണ് റിലേഷൻ? റോസ് പ്ലസ് 1 മൈനസ് ഐ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റോയിൽ ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ 5 + 1 - 2, ഐ ഈക്വൽ ടു 2 ആണ്. ഓക്കെ. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? 5 + 1 6, 6 - 2 4. സോ ജെ ഈക്വൽ ടു 4 ആണെങ്കിൽ, ഓർ ജെയുടെ വാല്യൂ റോസ് -1 പ്ലസ് ഐ ആണെങ്കിൽ, റോസ് എന്ന് പറഞ്ഞാൽ 5 -1 + 2. സോ 5 - 1 എന്ന് പറയുന്നത് 5 + 1 5 - 1 എന്ന് പറയുന്നത് 4 ആണ്, 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. സോ ഐയുടെ വാല്യൂ റോസ് +1 - ഐ ഓർ റോസ് -1 + ഐ. നമ്മൾ എന്ത് ചെയ്യണം? റോ ഇ പ്ലസ് ഈക്വൽ ടു സ്റ്റാർ കൊടുക്കണം. എൽസ്. അപ്പോൾ ഇഫ്
if I is equal to, sorry, j is equal to rows plus 1 minus I, or j is equal to rows minus 1 plus I, റോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർ അസൈൻ ചെയ്യണം. അതല്ലാത്ത ബാക്കി എല്ലാ എൽസിലും, ബാക്കി എല്ലാ ജെ വാല്യൂവിനും റോ പ്ലസ് ഈക്വൽ ടു സ്പേസ് കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ ഓരോ ഐ വാല്യൂസിൽ നമ്മൾ റോയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. സോ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പ്രോഗ്രാം നമുക്ക് നോക്കാം. സോ എല്ലാ പ്രോഗ്രാമിലുള്ളതുപോലെ നമ്മൾ ആദ്യം ഇൻപുട്ട് വാല്യൂവിനെ നമ്മൾ റീഡ് ചെയ്തു. എൻ്റർ ഇൻപുട്ട്, എൻ്റർ ദി നമ്പർ ഓഫ് റോസ് ഫോർ ഐ ഇൻ റേഞ്ച് 1, റോസ് പ്ലസ് 1. അതിനുശേഷം നമ്മൾ റോ ഈസ് ഈക്വൽ ടു സ്പേസ് അസ്യൂം ചെയ്തു. ഓക്കെ, സ്പേസ് നൾ സ്ട്രിങ് അസ്യൂം ചെയ്തു. ഇനി ആദ്യത്തെ സെക്ഷൻ നമ്മൾ ചെയ്യുകയാണ്. ആദ്യത്തെ സെക്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ടു. ഇഫ് ഐ ഈക്വൽ ടു 1, ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4 സ്പേസിൽ നമുക്ക് 4 ലൊക്കേഷൻ ജെ വാല്യൂസിൽ നമുക്ക് സ്പേസ് ബാർ കൊടുക്കണം. സോ റോ പ്ലസ് ഈക്വൽ ടു സ്പേസ് ഇൻറ്റു റോസ് മൈനസ് 1. ഓക്കെ, സോ 5 കോളമുള്ള കേസാണ്, 5 റോ ഉള്ള സ്പേസിൻ്റെ കേസാണെങ്കിൽ 4 ലൊക്കേഷൻസിൽ നമുക്ക് സ്പേസ് അസൈൻ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാമത്തെ സ്പേസിൽ 4 പ്ലസ് ഈക്വൽ ടു നമ്മൾക്ക് സ്റ്റാർ അസൈൻ ചെയ്യണം. അപ്പോൾ റോയുടെ വാല്യൂ നമ്മളവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതല്ല, ലാസ്റ്റ് റോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, എൽസ് ഇഫ് ഐ ഈസ് ഈക്വൽ ടു റോസ്, മീൻസ് ലാസ്റ്റ് റോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര സ്പേസ് നമ്മൾ കൊടുക്കണം? 2 ഇൻറ്റു റോസ്, 9 സ്പേസ് നമ്മൾ അസൈൻ ചെയ്യണം. സോറി, സ്റ്റാർ നമ്മൾ അസൈൻ ചെയ്യണം. സോ റോ പ്ലസ് ഈക്വൽ ടു സ്റ്റാർ ഇൻറ്റു ബ്രാക്കറ്റ് 2 ഇൻറ്റു റോസ് മൈനസ് 1. Okay, so star into 2 into rows minus 1. So 9 number of star ആയിരിക്കും ലാസ്റ്റ് റോയിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ, ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ. സോ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റോ. ദെൻ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് റോയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾക്ക് 1 മുതൽ 9 വരെ കോളം വാല്യൂസിനെ സ്പാൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് 4 ജെ ഇൻ റേഞ്ച് 1, 9 എന്ന് പറയുമ്പോൾ 1, 10 ആണ്. സോ റോസ് ഇൻറ്റു 2. 4 ജെ ഇൻ റേഞ്ച് 1, റോസ് ഇൻറ്റു 2. ഓക്കെ, ഇനി റോസ് ഇൻറ്റു 2 നമ്മൾ ചെയ്യുമ്പോൾ പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ സെക്കൻഡ് റോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 4ലും 6ലും ആണ്. സോ സെക്കൻഡും 2ഉം 5ഉം റിലേറ്റഡ് ടു 6 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇഫ് ജെ ഈക്വൽ ടു റോസ് പ്ലസ് 1 മൈനസ് ഐ, ഓർ ജെ ഈസ് ഈക്വൽ ടു റോസ് മൈനസ് 1 പ്ലസ് ഐ. സോ റോസ് മൈനസ് 1 പ്ലസ് ഐയിലാണെങ്കിൽ 6, റോസ് പ്ലസ് 1 മൈനസ് ഐയിലാണെങ്കിൽ 4. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് റോയിലാണ്. അതേ ലോജിക്ക് തന്നെ തേർഡ് റോയിലും വർക്ക് ചെയ്യും. സോ ഈ 2 കേസിലാണെങ്കിൽ നമ്മൾക്ക് റോ എന്ന് പറയുന്നത് റോ പ്ലസ് ഈക്വൽ ടു നമ്മൾ സ്പേസ് ആണ്, സോറി സ്റ്റാർ ആണ് നമ്മളവിടെ അസൈൻ ചെയ്യുന്നത്. സോ ജെയുടെ വാല്യൂ റോസ് പ്ലസ് 1 മൈനസ് ഐ, അല്ലെങ്കിൽ ജെയുടെ വാല്യൂ റോസ് മൈനസ് 1 പ്ലസ് ഐ ആണെങ്കിൽ റോ എന്ന് പറയുന്നത് സ്റ്റാർ കൊടുക്കുക. എൽസ് ബാക്കി എല്ലാ റോ വാല്യൂസിനും, എല്ലാ കോളം വാല്യൂസിനും റോ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്പേസ് ആയിരിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫോർ ലൂപ്പിൽ വന്നിട്ട്, ആദ്യത്തെ ഫോർ ലൂപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് റോ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആദ്യത്തെ സെക്ഷൻ ഫസ്റ്റ് റോയിലെ 4 സ്പേസും ഒരു സ്റ്റാറും പ്രിന്റ് ചെയ്തു, അല്ലെങ്കിൽ ലാസ്റ്റ് റോസിലാണെങ്കിൽ നമ്മൾ 9 സ്റ്റാർ പ്രിന്റ് ചെയ്തു. അൽസ് സെക്കൻഡ് ലാസ്റ്റും ആൻഡ് സെക്കൻഡ് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ റോസ് പ്ലസ് 1 മൈനസ് ഐയിൽ ഒരു സ്റ്റാറും റോസ് മൈനസ് 1 പ്ലസ് ഐയിൽ വേറൊരു സ്റ്റാറും വന്നു. ഓക്കെ, സോ
ഇങ്ങനെ ചിന്തിച്ചാൽ മതി. റോസ് പ്ലസ് ഓഫ് 1 മൈനസ് ഐ അല്ലെങ്കിൽ റോസ് മൈനസ് ഓഫ് 1 മൈനസ് ഐ, റോസ് പ്ലസ് 1 മൈനസ് ഐ അല്ലെങ്കിൽ റോസ് മൈനസ് 1 മൈനസ് ഐ. ഓക്കെ, സോ അതാണ് നമ്മളുടെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തു, നമ്മൾ റൺ ചെയ്തു. റൺ ചെയ്ത നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 5. കറക്റ്റായിട്ട് നമ്മൾക്ക് 5 റോസ് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെയുള്ള ഒരു ജോമെട്രി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു 11 റോസ് ഉള്ളതാണെങ്കിൽ സീ ദ ഡിഫറൻസ്, സീ ദ പാറ്റേൺ. ഓക്കെ, സോ എത്ര നമ്പർ ഓഫ് റോസിലാണെങ്കിലും നമുക്ക് ഇതുപോലെ പ്രോഗ്രാമാറ്റിക്കലി ചെയ്യാൻ പറ്റും. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലുള്ള ഒരു ജോമെട്രി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും.